ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് വന്നിട്ടുണ്ടായത് 1 വീക്കിന്റെ ഉള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടാ. കൂടെ നമ്മൾ റംസാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ട്ടാ. അപ്പം ഫസ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ ഫ്ലോറൽ പ്രിന്റിൽ വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രോക്കിന്റെ ഒരു മെറ്റീരിയലാണ് ഫസ്റ്റ് വൺ എടുത്തിട്ടുണ്ടായത് ട്ടാ. അപ്പം അത് നമ്മൾ ഓർഗാൻസ മെറ്റീരിയൽ വെച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായത്. അതിന്റെ ഉള്ളിൽ നമ്മൾ പ്ലെയിൻ നെറ്റും ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്രേപ്പ് ലൈനിങ്ങും, പിന്നെ സ്റ്റിഫ് നെറ്റും കാര്യങ്ങളും പൊതുവെ ചെയ്യുന്ന പോലെ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് ബ്ലാക്ക് ഓർഗൻസ മെറ്റീരിയലിൽ നമ്മൾ ഇതൊരു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ആണ് ചെയ്യാനുള്ളത്. അതിന് കുറച്ച് വർക്കും കാര്യങ്ങളും ആഡ് ചെയ്യാനുണ്ടായിന്. അതിന് വേണ്ടിക്ക് കുറച്ച് ബീഡ്സും കാര്യങ്ങളും പിന്നെ ഇതേപോലെ കട്ട് വർക്കിൽ ഒരു ക്ലോത്തും അതിൻ്റെ കൂടെ ആഡ് സ്കേർട്ട് പോർഷനിൽ ചെയ്യാൻ വേണ്ടിക്കാണ് കേട്ടോ ഇത് എടുത്തിട്ടുണ്ടായത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് മോം ആൻഡ് ബേബി കോമ്പോന് ഒരു കോട്ടൺ വയർ ചെയ്യാനുണ്ടായി. അതാണ് ഇത് കോഫി കളറിൽ. ഇതാണ് മെയിൻ ക്ലോത്ത് വരുന്നത്, ഈ ഒരു കോഫിയും പിന്നെ ഇതാണ് കേട്ടോ. ഇതിന്റെ മോഡൽ വന്നിട്ടുണ്ടായത് സ്കേർട്ട് പോർഷനിൽ ആ ഒരു ലൈറ്റ് കളറും പിന്നെ ഭാഗത്ത് ബോട്ടം ഭാഗത്താണ് കോഫി കളർ വരുന്നത് കേട്ടോ. ഫുൾ സ്ലീവിലാണ് ചെയ്യേണ്ടത്. അതും ഇതുപോലെ തന്നെ പ്ലെയിൻ നെറ്റും കോട്ടൺ ലൈനിങ്ങും ക്രൈപ്പ് ലൈനിങ്ങും എല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുണ്ടായത് നമ്മൾ ഈ ഒരു കളറിൽ നമ്മൾ പേജിൽ മുന്നേ ചെയ്തിട്ടുണ്ടായ ഒരു ഫ്രോക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ. അത് കുറെ പേര് ആ ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ടൈമിന്റെ പരിമിതി മൂലം കുറച്ച് പേർക്ക് ഞാൻ ഓർഡേഴ്സ് ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും നമ്മൾ ഒരു ജിമ്മിച്ചോ ക്ലോത്തിലാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിക്ക് ഈ ഒരു കട്ട് വർക്കില്ല നല്ലൊരു മെറ്റീരിയലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെൻഡിങ്ങിലായിട്ടുള്ള കുറച്ച് വർക്കെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ പറ്റുമെങ്കിൽ കട്ടിങ് സ്റ്റിച്ചിങ് ഞാൻ എന്തായാലും ഉൾപ്പെടുത്താൻ നോക്കട്ടെ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മൾ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പം ഇതുപോലെ ബോൺലെസ് ചിക്കൻ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷോപ്പിൽ പോയപ്പോൾ കുറേ പേര് ഈ ഒരു സംഭവം എടുക്കുന്നുണ്ടിട്ട് ഞാനും എടുത്തു കേട്ടോ. അപ്പം നമ്മൾ ഇതിന് വേണ്ടിക്ക് എന്താ പറയുക, ക്യാപ്സിക്കോ, ക്യാരറ്റ്, ഗാർലിക്, ഈ 3 ഐറ്റംസ് ആണ് എടുത്തിട്ടുണ്ടായത്. സ്റ്റിച്ചിങ് വീഡിയോ ആയതുകൊണ്ട് കട്ടിങ്ങിലേക്ക് പോവാന്നാണ് ആദ്യം പറയാൻ പോയത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ബട്ടറിൽ ഇതുപോലെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ അബദ്ധം പറ്റി, ഗാർലിക് ഫസ്റ്റ് ആണ് ഇടേണ്ടതെന്ന് പിന്നീടാന്ന് ഓർത്തത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഒരു വായിലേക്ക് പോകേണ്ടതല്ലേ അല്ലേ. അപ്പൊ നമുക്കിപ്പോ ക്യാരറ്റ് ലാസ്റ്റ് ആണ് കാബേജ് കണ്ടപ്പോൾ അതും കട്ട് ചെയ്തിട്ട് എല്ലാം ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പൊ ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ എന്താ പറയാ ഇതിന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതുപോലെ ചീസെല്ലാം ആഡ് ചെയ്തിട്ട് ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ബാറ്റർ തന്നെ പറയല്ലേ ഇതിന്. ഈ ഒരു സാധനം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കലാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സമൂസ ഷീറ്റെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയാ ഇങ്ങനെ പൊട്ടിപ്പോക്കുണ്ട്, പക്ഷെ ഇതങ്ങനെ പൊട്ടിപ്പോകുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇത് നല്ല സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതെങ്ങനെ റോൾ ചെയ്യൽ നമുക്ക് നോക്കട്ടെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ ഫില്ലിങ് ഇതേപോലെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം ആ കോർണറിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ 2 ഫോൾഡ് ചെയ്തതിന് ശേഷം 2 സൈഡിലുള്ള കോർണർ ഭാഗം ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗത്ത് നമ്മൾ മൈദയും ഉപ്പും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ട്. അത് ഇതുപോലെ നമ്മളൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് അതും നമ്മൾ ഈ ഒരു റോളിന്റെ മേലെ കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, 2 ഭാഗത്തും അതുപോലെ തന്നെ. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ലാസ്റ്റ് വരുന്ന ആ ഒരു കോർണറിലെ അതും ഇതേപോലെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുക്കിംഗ് വീഡിയോന്റെ പ്രസന്റേഷൻ എന്താ പറയാ, സ്റ്റിച്ചിങ് വീഡിയോന്റെ പ്രസന്റേഷൻ പോലെ ആയി തീരുമോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ കുറെ വേർഡെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു വേർഡല്ലേ എപ്പോൾ പറഞ്ഞുകൊടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താ പറയാ ഇതേപോലെ ഫില്ലിങ് രണ്ടാമതും ഈ ഒരു കോർണർ ഭാഗത്ത് ഫില്ലിങ് ഇട്ടതിന് ശേഷം 2 റോള് ചെയ്തതിന് ശേഷം 2 സൈഡിലും ഇതേപോലെ ആ ഒരു മാവ് തേച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ രണ്ടാമത് പ്രാവശ്യം അവിടെ വെക്കാൻ നിന്നിട്ടില്ല. ആ ഒരു 3 പ്രാവശ്യം ഒറ്റയടിക്ക് തന്നെ ഞാൻ 3 സ്ഥലത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. എനിക്കില്ല ഈ ഒരു കുക്കിംഗ് വീഡിയോയിലൊക്കെ പോകുമ്പോഴേ സത്യത്തിൽ എനിക്ക് എല്ലാ പണി പെട്ടെന്ന് തീരണം. അപ്പൊ ഞാൻ ഇത് മൊത്തത്തിൽ അത് റോൾ ചെയ്തിട്ട് എണ്ണയിൽ ഇതേപോലെ മുക്കിയിട്ട് പൊരിക്കലുണ്ട് കേട്ടോ. അത് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ മുക്കി പൊരിച്ചിട്ടുണ്ടായിന്. അപ്പൊ സംഭവം നമ്മൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിന്. അത് ഇതേപോലെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ ഫൈനലി നമ്മളെ ഈ ഒരു റോള് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. എന്നെ പോലെയുള്ള മടിയന്മാർക്ക് പറ്റിയ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് നോക്കിക്കോ കേട്ടോ. അപ്പൊ നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഈ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിന്. സ്പ്രിംഗ് റോൾ എന്നാണ് ഇതിന്റെ പേര് അല്ലെ. അങ്ങനെ നോമ്പിലും നമ്മൾ മുറിച്ചിട്ടുണ്ടായിന്. അവക്കാടോ ഷേക്കും ലൈം ജ്യൂസും ഈ ഒരു സ്നാക്സ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. കാരണം വെച്ചാൽ നൈറ്റിൽ ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നോമ്പും കാര്യങ്ങളിലും മുറിച്ചതിന് ശേഷമാണ് നെക്സ്റ്റിലെ പരിപാടി വന്നിട്ടുണ്ടായത് കേട്ടോ.
ഇതുപോലെ 2 ചിക്കനെല്ലാം ഒരുമിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. നമുക്ക് വാഷ് ചെയ്തിട്ട് തന്നെ ചിക്കൻ കിട്ടും ട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആരുമില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് എന്താ പറയാ, എന്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഫുഡ് ബിരിയാണി എന്ന് ഞാൻ പറയൂ കേട്ടാ. എന്തൊക്കെ കൂടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. കാരണം എന്താ വെച്ചാൽ ഉള്ളിയെല്ലാം കുറച്ച് മൂത്തതിന് ശേഷമല്ലേ നമ്മള് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സമയമില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ഈ തക്കാളി ഉള്ളിയും എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മള് ചിക്കൻ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് ആ മസാലയിൽ അങ്ങനെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇട്ടിട്ട് ഇതേപോലെ മൂടി വെച്ചിട്ട് നമുക്കത് വറ്റിച്ചെടുക്കുക. ഓക്കെ. പിന്നെ മസാലയിൽ സുനാമി കയറിയ പോലെ ഉണ്ടോന്നൊരു ഡൗട്ട് ഇല്ലാതെ ഇല്ല. അപ്പം നെക്സ്റ്റ് നെയ്ച്ചോറും ഉണ്ടാക്കിയ ശേഷം നമ്മൾ ദമ്മിങ് പരിപാടിയിൽ കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.